ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ ഡ്രാമ കണ്ടാലോ? എനിക്ക് പുതിയ ഡ്രാമാസ് എന്നും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് നമുക്കൊരു ഡ്രാമ കാണാം. ഈ ഡ്രാമൻ്റെ പേരാണ് കോഫി മെലഡി. ഓക്കെ, സ്റ്റാർട്ടിങ് സീനിലെ കാണിക്കുന്നത് നമ്മുടെ ഹീറോ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂപ്പർക്കൊരു ഫോൺ വരുന്നുണ്ട്. ഫോൺ ചെയ്യുന്ന മൂപ്പര് ബ്രദറാണ്. എടാ നീ എവിടെടാ ഉള്ളത്? എന്താടാ ഇനിയും നീ ഉറങ്ങുകയാണെന്ന് പറയല്ലേ? അതെ ബ്രോ, ഞാൻ ഉറങ്ങുകയാണ്. എടാ 10 മണിയാടാ, ഇനി എന്താ ചെറിയ കുട്ടീന്നാണോ നിൻ്റെ വിചാരം? നിൻ്റെ പപ്പയും മമ്മിയും ഭയങ്കരമായിട്ട് വഷളത്തിലാക്കി വെച്ചിരിക്കുകയാണ്. നീ കുട്ടികളെ പോലെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയിടാണ്. അപ്പം പറയാം, ബ്രോ ഇങ്ങനെയൊന്നും പറയല്ല ബ്രോ, 10 മണിയല്ലേ ആയിട്ടുള്ളൂ ബ്രോ, എന്താ ബ്രോ നീ ഇങ്ങനെ? 10 മണി ആയില്ലടാ, നിന്നെ കൊഞ്ചിച്ച് എല്ലാവരും വഷളാക്കി വെച്ചിരിക്കുകയാണ്, മര്യാദയ്ക്ക് എഴുന്നേക്കാൻ നോക്കടാന്ന്. ആ ബ്രോ ഞാൻ എഴുന്നേക്കാം ബ്രോ എന്ന് പറയാം. ശരി ഓക്കെ, നീ മറക്കരുത്, അടുത്ത ആഴ്ച നമ്മുടെ പാരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഡിന്നറുണ്ട്. ശരി ബ്രോ, ഞാൻ മറക്കൂല ബ്രോ. നീ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, പക്ഷേ നീ എല്ലാത്തിനും എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി വെക്കും. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ശരി, എന്തായാലും ഞാൻ മറക്കില്ല. റെസ്റ്റോറൻറ്റിലല്ല, എന്തായാലും ഞാൻ വരും. ഇത്ര ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലീൻ്റെ ഡിന്നർ ഞാൻ മിസ് ചെയ്യുമോ? ഇല്ലല്ലോ, ഞാൻ എന്തായാലും വരും. ബ്രോ വിഷമിക്കേണ്ട, ഓക്കെ ബൈ ബൈ അങ്ങനെ പറഞ്ഞ് ആ ഫോൺ കോൾ അവിടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രദർ എണീക്കുകയാണ്. നമ്മുടെ ബ്രദറാണ് നമ്മുടെ ഹീറോ. മൂപ്പര് സോങ് റൈറ്ററാണ്. അപ്പോൾ മൂപ്പര് പറയാണ്, അയ്യോ ദൈവമേ, എന്തോ ഒരു കഷ്ടമാണിത്, എനിക്കാണെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല, ഞാൻ എന്താ ചെയ്യുക? ഇത് എങ്ങനെയാടാ ഒരു കംപ്ലീറ്റ് ചെയ്യുക? ഒരു സോങ് എടുത്തിട്ട് ഇപ്പോൾ എത്ര ദിവസമായി, ഒരു ഇൻസ്പിറേഷനും കിട്ടുന്നില്ല, ഞാൻ എന്താ ചെയ്യുകയെന്നങ്ങനെ അവന് എഴുതാൻ എടുത്തിരുന്നിട്ട് അവനക്കൊന്നും എഴുതാൻ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ വട്ടടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കോവൊക്കെ വരുന്നുണ്ട്. വന്നിട്ട് അവൾക്ക്, എടാ നീ എഴുതി കഴിഞ്ഞോ? ഇല്ലടി, എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല, ഞാൻ എന്താ ചെയ്യുക? നീ ഇതേ പറഞ്ഞുകൊണ്ടിരിക്കുക, 3 മാസം കഴിഞ്ഞു, ഞാൻ എന്തൊക്കെ എഴുതിക്കണേ? നമ്മുടെ ബോസ് പറഞ്ഞിട്ടുണ്ട് നീ വന്നിട്ട് ജോബ് കംപ്ലീറ്റ് ചെയ്യാതെ വീട്ടിൽ പുറത്തേക്കേ വരരുത്, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് ഇല്ലടാ, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക, ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ ഞാൻ എങ്ങനെയായാലും എഴുതും. ഒരു ഇൻസ്പിറേഷൻ കിട്ടണ്ടേ? ഞാൻ എവിടെ പോകാൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നീ വീട്ടിനുള്ളിൽ തന്നെ എന്നാൽ നിനക്ക് ഇൻസ്പിറേഷൻ ഒന്നും കിട്ടില്ല. മര്യാദയ്ക്ക് ഇറങ്ങി പുറത്തൊക്കെ നടക്കും, എന്നാലും ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ. ആണോ, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് കോഫി കുടിക്കാൻ പോയാലോ? ശരി ഓക്കെ വാ അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും റെഡിയായിട്ട് കോഫി കുടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കോഫി ഷോപ്പിന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സെക്കൻഡ് ഹീറോയിനെ കാണുകയാണ്. കണ്ടപ്പോൾ തന്നെ നമ്മുടെ ദൊങ്ങീൻ്റെ ആകപ്പാടെ കിളി പോയിരിക്കുക. ദൊന്തേന് മാത്രമല്ല, നമ്മുടെ ചാച്ചവൻ്റെയും കിളി പോയിരിക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ സ്വപ്ന ലോകത്തുനിന്ന് പോലെ ഉപ്പരെ വായി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ദ്വയിന് ബോധം വരും. എടി നോക്കല്ലടി. എടാ നീ നോക്കുന്നില്ലേ? ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ നീ നോക്കല്ലേ? എടാ നല്ല രസമല്ലേ കാണാൻ? എടി നോക്കല്ലടി, വാടി പോയി നിൻ്റെ കോഫി ഓർഡർ കൊടുക്കടി. അപ്പോൾ കുറച്ച് നേരം നോക്കട്ടെ, മര്യാദയ്ക്ക് എണീറ്റ് വാടി, വന്ന് കോഫിക്ക് ഓർഡർ കൊടുക്കടി എന്ന് പറഞ്ഞിട്ട് അവനെ വന്നിട്ട് അവൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് വന്ന് ഓർഡർ കൊടുക്കാൻ പോവാണ്. അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൂടെയുള്ള വേറെ ഒരു തരം നിൽക്കുന്നത്. അവന് നിറ്റ്ന്യൂ, അതായത് വിൻ്റർ ബാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡുണ്ട്, അതിൽ ലീഡിങ് ആയിട്ടുള്ള സിംഗറാണ്. എടാ ഇവർ രണ്ടുപേരും ഷിപ്പിങ് ചെയ്യാൻ നല്ല രസമുണ്ടല്ലോ, ഇവർ ക്യൂട്ടായിട്ടുള്ള കപ്പിളായിരിക്കും, നമുക്കിങ്ങനെ ഷിപ്പിങ് ചെയ്യാന്നുണ്ട്. അവർ ഗേൾസ് ഭയങ്കരമായിട്ട് ഇവരെ ഫോട്ടോസൊക്കെ എടുത്ത് ട്രെൻഡ് ചെയ്യാൻ നോക്കുകയാണ്. ഇവരും ഭയങ്കര ക്ലോസ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നത്. അവൻ കോഫി ഉണ്ടാക്കുന്ന ഒരു സീൻ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് സ്വപ്നയിലൊക്കത്തുന്ന പോലെ ലയിച്ചിരുന്ന് നോക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ. അത് കഴിഞ്ഞ് അവരിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇവൻ പറയും, നമ്മുടെ ദ്വയി പറയും, എടി നീ അങ്ങനെ നോക്കില്ലേ, അവനായിരിക്കും നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫ്യൂച്ചർ ബോയ് ഫ്രണ്ട്, കാണാൻ നല്ല രസമല്ലേ? രസമുണ്ട് നോക്കാം. അപ്പോൾ തന്നെ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ജൂനിയർ ഓടി വരും. ഏയ് ദ്വയി ചാച്ചോ എന്നൊരു ഓടി വരും. ആ ശരി പറയടാ ജീനി, എന്താ നീ ഇവിടെ? നീ ക്ലാസ്സൊന്നും പോകുന്നില്ലേ? ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ പാർട്ട് ടൈമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ. ആണോ? അതെ. അപ്പോൾ ദ്വയി പെട്ടെന്ന് ചോദിക്കുക, അതെ കോഫി ഉണ്ടാക്കുന്നില്ലേ? മൂപ്പരെ പേരെന്താ? മൂപ്പരെ പേരാണ് പ്ലങ് റോക്ക്. വാ വാട്ട് എ ക്യൂട്ട് നെയിം, നല്ല രസമുണ്ടല്ലേ? മൂപ്പര് കമ്മിറ്റഡ് ആണോ? അല്ല, പക്ഷെ നിറയെ പേര് മൂപ്പരെ കൂടെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കല്ലേ? അതെ, മൂപ്പര് എന്താണ് ബെസ്റ്റായിട്ട് ഉണ്ടാക്കുക? മൂപ്പര് എല്ലാം ബെസ്റ്റായിട്ട് ചെയ്യും. എന്നൊരു കാര്യം ചെയ്യും, മൂപ്പര് ഉണ്ടാക്കുന്നതിൽ എന്താണ് ബെസ്റ്റ് അത് എനിക്ക് വന്നിട്ട് ഉണ്ടാക്കി കൊടുത്തു തരാൻ പറ. ഇപ്പം ചാച്ചി പറയും, എനിക്കൊരു ക്യാപ്പച്ചിനോ മതി പറയാം. ശരി ഓക്കെ അങ്ങനെ പറഞ്ഞാൽ അവനവിടെ പോയിട്ട് നേരെ നമ്മുടെ പ്ലങ് റോക്കിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. പ്ലങ് റോക്കിൻ്റെ അടുത്ത് പോയി നിന്നിട്ട്, അതെ നിങ്ങളെ കാണാൻ അവിടെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ, നിങ്ങളല്ലെങ്കിൽ ഒരു സംഭവമാണല്ലോ. എന്താ നീ ഇപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതോ നിങ്ങളെ കാണാനില്ലേ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്, നോക്ക്. ഓ അതാരും നിൻ്റെ സീനിയേഴ്സാണോ? അതെ, കോളേജിൽ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ സീനിയേഴ്സാണ് അവർ. ശരി, അവർക്ക് എന്താ വേണ്ടത്? ഒരാൾക്ക് ക്യാപ്പച്ചിനോ മതി, ഇങ്ങനെയാൾക്ക് നിങ്ങൾ എന്തുണ്ടാക്കണോ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത് അത് വേണമെന്ന് പറയുന്നത്, ഉണ്ടാക്കി കൊണ്ട് പോയി കൊടുക്കുമോ? ശരി ഓക്കെ, അവർക്കെല്ലാം ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, നീ ബാക്കിയുള്ള പണി നോക്കുമെന്ന് പറയും. അപ്പോൾ അവർക്ക് വന്നിട്ട് അവൻ്റെ സെർവറുകൾ വന്നിട്ട് പറയും,
നമ്മുടെ എത്തോപ്യയിൽ നിന്നുള്ള റോസ്റ്റും അത് കഴിയാനായിട്ടുണ്ട്. അതേപോലെ നൈജീരിയനായിട്ടുള്ളത് അത് കഴിയാനായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും ഓർഡർ ചെയ്യണം. ഓക്കെ, ശരി ഓക്കെ ഞാൻ നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞ് അവന് ഇതൊക്കെ ബെസ്റ്റായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പോയിട്ട് ദുയ്യൻ്റെ കൊടുത്തു നിങ്ങളാണോ അതിൻ്റെ നല്ല സ്പെഷ്യലായിട്ടുള്ളത് ചോദിച്ചത്. അതെ ഞാനാണ്. അപ്പോൾ ക്യാപ്പച്ചിനോ ചോദിച്ചാൽ ഞാനാണ്. അങ്ങനെ പറഞ്ഞ് മാറി മാറി ക്യാപ്പച്ചിനോ ഇത് ഈ കോഫിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനക്ക് നമ്മളെങ്ങനെയാണ് ഒരാളെ ഇഷ്ടപ്പെട്ട അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ തോന്നില്ലേ. അപ്പോൾ അതിനു വേണ്ടി ഇവനക്ക് എന്തായാലും കോഫി ഓണറല്ല. അപ്പോൾ അതുകൊണ്ട് കോഫീനെ കുറിച്ച് ചോദിച്ചു ചെയ്യണം. ഈ കോഫിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവനെ കോഫിനെ കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷേ നമ്മുടെ ദുനിയാണ് ഫുള്ളായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവൻ്റെ പ്ലാങ്ക് റോക്കിൻ്റെ വായി മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാച്ച പറയും അതേ നീ ഒന്ന് നിർത്തടാ ഞാനിവിടെ തന്നെ ഉണ്ട്. ശരി കുഴപ്പമില്ല നിൽക്കും. അപ്പോൾ നമ്മൾ നിറ്റി ഒരു പ്ലാങ്ക് റോക്ക് നിനക്ക് കസ്റ്റമർ വന്നിട്ടുണ്ട്. ശരി ഓക്കെ ഞാൻ പോട്ടെ, ഞാൻ പിന്നെ ഇനിയൊരു ദിവസം വന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുതരാം അങ്ങനെ പറഞ്ഞിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അതേപോലെ നിറ്റിയും വന്നിട്ട് ഇവരെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് നിറ്റിയും വന്നിട്ട് ചച്ചോൻ്റെ അടുത്ത് വരുന്നുണ്ട്. ചച്ചോൻ്റെ അടുത്ത് വന്നിട്ട് ഹലോ ഞാൻ നിറ്റിയും വിൻ്റെ ബാൻഡിൻ്റെ ഒക്കെ എനിക്കറിയാം ഇതാണ് ഞങ്ങളാണ് മ്യൂസിക് മാനിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്തത്. ഞങ്ങളെ കോൺടാക്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിയിട്ട് സൈൻ ചെയ്യുക എന്താ ഏതാന്ന് നോക്കാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ദുയ്യ അടുത്ത് തന്നെ ഉള്ളത് എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഷിപ്പ് ചെയ്യാനല്ല എല്ലാ കുറേ പേര് നടക്കുന്നത്, അവർ രണ്ടുപേരും ഷിപ്പിംഗ് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഇഷ്ടക്കേട് അവനക്കുണ്ട്. അപ്പോൾ നമ്മുടെ ചാച്ച ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇതാണ് ദുയ്യെ, നമ്മുടെ ലാസ്റ്റ് ടൈമിലുള്ള യു ആർ ഓൺലി അങ്ങനെ പറയുന്ന ആ സോങ് എഴുതിയ മൂപ്പരാണ്. എനിക്കറിയാം നിങ്ങളാണല്ലേ ആ ഫേമസ് ആയ റൈറ്റർ. ഓക്കെ, ആക്ച്വലി ആ സോങ് വന്നിട്ട് ദുയ്യൻ്റെ പേരെന്നാണ് എഴുതുക. എന്ന് വെച്ചാൽ വൺ ആൻഡ് ഓൺലി അങ്ങനെ പറയുന്ന ഒരു മീനിങ് ആണ് വരുന്നത്. അതിനാണ് മൂപ്പർക്ക് വേണ്ടി എഴുതിയ സോങ്ങാണ്. അതാണ് ഭയങ്കര ഫേമസ്. ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് വേണ്ടി സോങ് എഴുതാൻ പോകുന്നത് ഇയാളാണല്ലേ, ഞാൻ നിങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷിക്കുന്നു. അപ്പോൾ ദുയ്യം എനിക്ക് നിന്നെ കണ്ടതിൽ വലിയ സന്തോഷം, അതായത് ഒരു ഇഷ്ടമല്ലാത്ത താല്പര്യമില്ലാത്ത മട്ടിൽ അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദുയ്യും ചാച്ചയും കൊണ്ട് സംസാരിച്ച് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ നൈറ്റ് നോക്കുമ്പോൾ അന്ന് നമ്മുടെ ദുയ്യ് വന്ന് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഇരുന്ന് എഴുതി കൊടുക്കുക. രാവിലെ നേരം വെളുത്തതേ അറിയില്ല. കാരണം അങ്ങനെ ഇരുന്ന് ഫുൾ മൈൻഡിൽ നമ്മൾ പ്ലാങ്ക് റോക്ക് മാത്രമാണുള്ളത്, ഇൻസ്പിറേഷനാണ്, ഫ്യൂച്ചർ ലവറാണ്, ബോയ് ഫ്രണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മൂപ്പര് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഫോൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാച്ചയാണ് ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്തിട്ട് എടാ നീ എവിടെയാണ്, എന്താ ചെയ്യുന്നത്? അതെ എൻ്റെ ഇൻസ്പിറേഷനാണ് മോളെ, ഞാൻ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി തൊട്ട് എഴുതാൻ തുടങ്ങി. എനിക്കെന്നെ അറിയുന്നില്ല ഇത്ര ഒരു ഫുൾ സ്റ്റോപ്പില്ലാതെ ഞാൻ എഴുതുമെന്ന് എനിക്കെന്നെ അറിയില്ലായിരുന്നു. ശരി എനിക്ക് ഇൻസ്പിറേഷൻ കുറച്ച് കുറഞ്ഞു പോയ പോലെയാണ്, നമുക്കൊന്നും കൂടി അവിടേക്ക് പോയാലും നീ എൻ്റെ കൂടെ വരുമോ? ശരി ഓക്കെ, എങ്ങനെയായാലും വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി, എനിക്കത് മാത്രമേ ഉള്ളൂ, ഞാൻ ഏത് അടുപ്പിലോട്ട് വേണമെങ്കിലും വരാം അങ്ങനെ പറയും. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദുയ്യാണ് ഫസ്റ്റ് റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നത്. റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ട് നോക്കുമ്പോൾ നമ്മുടെ പ്ലാങ്ക് റോക്ക് വരുന്നുണ്ട്. പ്ലാങ്ക് റോക്ക് വന്നിട്ട് കോഫി കുടിക്കാനോ ഫെസ്റ്റ് ചോദിക്കാനാണോ അതെ അങ്ങനെ പറഞ്ഞാൽ അവർ രണ്ടുപേരും സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ദുയ്യക്ക് പ്ലാങ്ക് റോക്കിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, അതിനെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നിറ്റി വരുന്നുണ്ട്. നിറ്റി വന്നിട്ട് പ്ലാങ്ക് റോക്ക് നിനക്ക് വേണ്ടി കസ്റ്റമേഴ്സൊക്കെ വരുത്തരുന്നുണ്ട്, നീ വാ അങ്ങനെ പറഞ്ഞിട്ട് പോവും. അപ്പോൾ നമ്മുടെ ദുയ്യന് ആപ്പാടെ ദേഷ്യം വരും. എന്ത് ഇവനിങ്ങനെ അങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പിറുപിറുത്തും കൊണ്ട് പോകണം. അപ്പം നമ്മുടെ ചവച്ചോ കയറി വരുന്നുണ്ട്. അപ്പോൾ എന്താടാന്ന് ചോദിക്കും. അവൻ എൻ്റെ അടുത്ത് പ്ലാങ്ക് റോക്കിനെ അടിച്ചുകൊണ്ട് പോയി, ഞാൻ കഷ്ടപ്പെട്ട് അവരുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്നു, ഇവനെ ഒരു മനസ്സാക്ഷിയില്ലാതെ അടിച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടമാവില്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ പറയും. ശരി സാരമില്ല പോട്ടെ വാ അങ്ങനെ പറയാം. അത് കഴിഞ്ഞ് നമ്മുടെ പ്ലാങ്ക് റോക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ കോഫി കൊടുന്ന് കൊടുക്കുന്നുണ്ട്. ഇതാണ് സ്പെഷ്യൽ കോഫി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇതൊന്നും കാതിൽ വാങ്ങുന്നില്ല, ജസ്റ്റ് അവരെ വായി നോക്കി മാത്രമാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്നതെന്ന് വെച്ചാൽ മ്യൂസിക് ബാൻഡിലാണ്. നമ്മുടെ നിറ്റിയും അവൻ്റെ ഗാങ്ങിലുള്ള എല്ലാവരും കൂടെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ചാച്ച കയറി വരുന്നുണ്ട്. ചാച്ച ചെയ്യും. അപ്പോൾ ഇതാരാണെന്നറിയാമെന്ന് ചോദിക്കും. അറിയാം ഞങ്ങളാണ് നിങ്ങൾ മ്യൂസിക് കോൺടാക്റ്റിനെ എടുത്തിട്ടുള്ളത്, കോൺട്രാക്റ്റ് സൈൻ ചെയ്തതെന്നറിയാം. ശരി ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ശരി ഓക്കെ, ഞങ്ങൾ അറിയാമെന്നല്ല ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഇല്ലല്ല എനിക്കറിയാം എന്നിട്ട് നമ്മളെ ചോദിച്ചാൽ ഓരോരുത്തരും ഇതാണ് തുൻവാ, അതാണ് നംനോ, കുൻക്ലാക്ക് അങ്ങനെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശരി ഓക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള. അപ്പോൾ ദുയ്യ അവിടെ ഒരു സൈഡിൽ സോഫയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി വാ നമുക്ക് പോയിരിക്കാം എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ ഇരിക്കും. ഇവരിവിടെ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ദുയ്യൻ്റെ അടുത്തേക്ക് അപ്പോൾ നൊനോ വരികയാണ്. നൊനോ വന്നിട്ട് ഇതാണ് കോൺട്രാക്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറ അങ്ങനെ പറയും. അവർ കോൺട്രാക്റ്റിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ നിറ്റ്ന്യൂ വന്നിട്ട് ദുയ്യൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ദുയ്യൻ്റെ അടുത്ത് വന്നിരിക്കുമ്പം അവർ പ്ലാങ്ക് റോക്കിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നത് സംസാരിക്കുമ്പോൾ. അവൻ്റെ അടുത്ത് നമ്മൾ നിങ്ങൾ ഒരുമാതിരി അൺകംഫർട്ടബിൾ ആയിട്ടില്ല, ആൾക്കാരെന്ത് പറയുന്നുള്ള ഇതൊന്നും ഇല്ലേന്ന് ചോദിക്കും ദുയ്യന്. അപ്പോൾ ആൾക്കാർ പറയുന്നൊക്കെ ഉണ്ടാവും, പക്ഷേ ഞങ്ങൾ രണ്ടാളും നല്ല ബെസ്റ്റ് അല്ലേ, നിറയെ പേര് ഞങ്ങൾ ഷിപ്പിംഗ് ചെയ്യാനൊക്കെ ഉണ്ട്. മേ ബി ഷിപ്പിംഗ് ചെയ്യുന്നതുകൊണ്ടേക്കും നിങ്ങൾക്ക് വന്നിട്ട് അവൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമായിട്ടുള്ളത്, അല്ലാതെ വേറെ ഒന്നും സ്പെഷ്യലായിട്ട് അവിടെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, ആക്ച്വലി എനിക്ക് പ്ലാങ്ക് റോക്കിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ രണ്ടുപേരും കപ്പിളാണെന്നല്ലല്ലോ. എനിക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല.
ഓ എന്തായിക്കോട്ടെ, എന്തായാലും നിന്നോട് എനിക്ക് ഒന്ന് പറയാനുള്ളൂ, എനിക്ക് പ്ലം റോക്കിന് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് അവന് എണീച്ച് പോകണം. അപ്പോൾ ചേച്ചി പറയും എന്താണ് എന്താണ് ഒന്നുമില്ല ഞാൻ പോവാണ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുമാതിരി ദേഷ്യപ്പെട്ട് അവൻ പോവാണ്. അപ്പം നമ്മൾ നെറ്റിയൊന്നും ഒന്നും മനസ്സിലാവില്ല. അവനും അവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇവനൊരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അതേപോലെ നഫി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാണ് അവൻ്റെ ഓണറും പറഞ്ഞിട്ട് കാര്യമല്ല, അവൻ തന്നെയാണ് എല്ലാം ക്ലീനൊക്കെ ചെയ്യുന്നത്. ക്ലീനിങ് ചെയ്യുമ്പോൾ അവനക്കൊരു പേഴ്സ് കിട്ടും. പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ അതാണ് നമ്മുടെ ദുയ്യൻ്റെയാണ്. അപ്പോൾ അവൻ നേരെ ദുയ്യൻ്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ടാവില്ലേ രാവിലെ തന്നെ. അപ്പോൾ ദുയ്യൻ വന്നിട്ട് ഫോൺ മെസ്സേജ് അയക്കുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ പേഴ്സ് എവിടെ ഉണ്ട് നോക്ക്, നിങ്ങൾ വരുന്നില്ലേ ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പോഴാണ് നമ്മുടെ ദുയ്യൻ ചെക്ക് ചെയ്യുന്നത്. അതെ എൻ്റെ പേഴ്സ് അവിടെ ഉള്ളത്, ശരി ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവരാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ല സൂപ്പറായിട്ടുള്ള സ്ട്രോബെറി കേക്കൊക്കെ റെഡി ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ദുയ്യൻ കയറി വരുന്നത്. ഓ നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുമോ? ഇല്ല ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്തായാലും ആരോടും പറയേണ്ടത്, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കേക്കാണ്, എങ്ങനെയുണ്ട് നോക്കണം, നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു അങ്ങനെ പറയും. അതേപോലെ പേഴ്സ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. പേഴ്സ് തിരിച്ചു കൊടുത്തിട്ട് താങ്ക് യു, ഇത് എൻ്റെ ലക്കി പേഴ്സാണ് അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ദുയ്യക്ക് വന്നിട്ട് പ്ലം വലിയൊരു പീസ് കേക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദുയ്യ വന്നിട്ട് എങ്ങനെയുണ്ട് നല്ല രസമുണ്ടോ ചോദിക്കാം. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു, ആക്ച്വലി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്തായാലും കേക്ക് കഴിക്കുന്നവർക്ക് മടുക്കില്ല. നിങ്ങളിങ്ങനെ പറയുന്ന കമൻസ് കേൾക്കുമ്പോഴാണ് എനിക്ക് ഇനിയും ഉണ്ടാക്കാൻ തോന്നുന്നത്. ഞാൻ എന്തായാലും ഇനി നന്നാക്കി ഉണ്ടാക്കാം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സീൻ അവിടെ കട്ട് ചെയ്താൽ നേരെ നമ്മൾ ദുയ്യ വന്നിട്ട് മ്യൂസിക് ഓരോന്നും ഇങ്ങനെ പ്ലേ ചെയ്ത് സോങ് റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഫുള്ളായിട്ട് ആരാ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലം റോക്കിനെ കണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള ഓരോ സീൻസ് അവൻ്റെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് മ്യൂസിക് അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം അവൻ ഉറങ്ങി എണീക്കുന്നത് നേരെ നമ്മുടെ കഫേയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പ്ലം റോക്ക് വന്നിട്ട് ഒരു കോഫി ഉണ്ടാക്കിയിട്ട് അവൻ്റെ അടുത്ത് കൊടുന്ന് വെക്കുന്നുണ്ട്. അത് ഒരു പിങ്ക് കളറൊക്കെ കാണാൻ നല്ല രസമുള്ള ഒരു കോഫി. ഇതിങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ഇത് ഞാൻ നിനക്ക് വേണ്ടി പുതിയതായി കണ്ടുപിടിച്ച കോഫിയാണ്, നീ അല്ലേ പറഞ്ഞ ഒരാളെ ഒരാൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു കോഫീൻ്റെ വ്യത്യാസം അറിയാതെ, ഇത് അതിന് വേണ്ടിയുള്ള കോഫിയാണ്. ശരി ഓക്കെ, ഈ കോഫീൻ്റെ പേരെന്താ? കോഫി മെലഡി നല്ലുണ്ടല്ലോ. ശരി ഓക്കെ, നിനക്ക് വേണ്ടി ഇന്ന് ഞാൻ രാവിലെ ഇത് ഉണ്ടാക്കാം. ശരി ഓക്കെ അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും കിസ് ചെയ്യാൻ പോവാണ്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, ബൈ ബൈ.